നിങ്ങൾക്ക് കണ്ടിരുന്ന് രസിക്കാനായി ഒരു കൂട്ടം വളരെ രസകരമായ ദൃശ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നിങ്ങളിവിടെ കാണുന്നത് ഒരു ഹോസ്റ്റലിൽ നടന്ന വളരെ അപൂർവമായ ഒരു പ്രതിഭാസമാണ്. ജലത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതെന്താ വൈദ്യുതിയിൽ നിന്ന് ജലം ഉണ്ടാക്കുന്നു? കാരണം ബൾബ് ഹോൾഡറിൽ നിന്നും സ്വിച്ച് ബോർഡിൽ നിന്നും ഒക്കെ വെള്ളമാണ് വരുന്നത്. അതോ ഇനി ഹോസ്റ്റൽ മാനേജ്മെന്റ് കുറച്ച് വെറൈറ്റിക്കായി സ്വിച്ച് ബോർഡിലൂടെയും ഹോൾഡറിലൂടെയും ഒക്കെ വെള്ളവും ടാപ്പ് തുറന്നാൽ വെളിച്ചവും വരുന്ന എന്തോ പുതിയ സിസ്റ്റം ഉണ്ടാക്കിയതാണോ എന്നൊന്നും അറിയില്ല. ഇവിടെ നമുക്ക് കാണാം, ഈ പെൺകുട്ടി നായയെ കണ്ട കൗതുകത്തിൽ അതിന്റെ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാനായി പോയതാണ്. പക്ഷെ നായക്ക് ഫോട്ടോ ഒന്നും അത്ര ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. എന്താ ഉണ്ടായേ? ഇത് ഏതാ സ്ഥലം? എന്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം കൂടെ ഉണ്ടായിരിക്കും. എന്റെ പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ട. ഇന്ന് നടന്ന മാത്സ് എക്സാമില് എനിക്ക് 3 മാർക്കിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ തല്ലിക്കോ എന്റെ ഈ ഫോണില്ലേ, ഈ ഫോണ് എറിഞ്ഞു പൊട്ടിച്ചോട്ടാ. ഓ, എന്താ അവന്റെ ഒരു കോൺഫിഡൻസ്! സ്വന്തം കഴിയിൽ നല്ല ഉറച്ച വിശ്വാസമുള്ള ചക്കന. എന്തായാലും അവന് 3 മാർക്കിന്റെ മുകളിലാണോ താഴെയാണോ കിട്ടിയത് എന്ന് നമുക്ക് നോക്കാം. വെറുതെ അല്ല അവൻ ഇത്രയും ധൈര്യത്തോടെയൊക്കെ അവിടെ പോയി ഡയലോഗ് അടിച്ചത്. അങ്ങനെയല്ല, റഫാവ്. ആ സ്പ്രേ എടുത്തൊന്നും മേടിച്ചാ സ്പ്രേ അടിച്ചാ റഫ്. എൻഗേജിന്റെ സ്പ്രേ അടിച്ച റഫാ. അടിക്കടാ. കുറച്ച് വൈകിയാണെങ്കിലും അവൻ ആ സത്യം മനസ്സിലാക്കിയല്ലോ. രാവിലെ തെങ്ങിൻ ചോട്ടിൽ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ അയൽവാസികൾ തമ്മിൽ അടിയോടടി. ഇവിടെ ഒരാൾ അലക്കിക്കൊണ്ടിരിക്കുമ്പോ ഇടയിൽ കയറി ചെയ്യാനാണോ ശരി? 2-3 തുണി, ഞാൻ ഒരു ബക്കറ്റ് തുണി കൂടി എന്നോട് വന്നല്ലേ, ഞാൻ നോക്കാം. ഇത് പുതപ്പ് സാമാനങ്ങളും കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഞാനാണ് അഴുക്കാക്കിയത്. നീ അഴുക്കാക്കിയെന്നല്ല ഞാൻ പറഞ്ഞു. നീ ഈ 2 കയറ്റി നോക്കണം. നീ എത്ര നേരം നേരെയായിരുന്നു. എന്താ കൊറേ നേരം നോക്കിക്കൊണ്ട് മനസ്സിലാവൂലേ? അങ്ങനെ വേണ്ട. ഇതിപ്പോ നായയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇത്രയും വലിയൊരു തർക്കം ഉണ്ടാകുമ്പോൾ പിന്നെ അത് എന്താണെന്ന് അറിയാൻ ആർക്കായാലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അതിനാണ് ഇവിടെ നമുക്ക് കാണാം, ഇവരൊക്കെ ചേർന്ന് മീൻ പിടിക്കാൻ നോക്കുകയായിരുന്നു. എന്നാൽ അതിനിടയ്ക്കാണ് അപ്രതീക്ഷിതമായി ഒരു അതിഥി അങ്ങോട്ട് വന്നത്. കേരളില്ല ഒരൊറ്റ ഒരെണ്ണം. ഇതിന്റെ കാലുകൾ കടിച്ചോ? വേറൊന്നും ചെയ്യാനില്ലാതെ ചൊറിയങ്ങ് തിരിക്കുമ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ കൂടി ഓരോരോ കുരുത്തക്കേട് ഒപ്പിക്കാൻ മനസ്സിലിങ്ങനെ തോന്നിപ്പോകും. അത്തരത്തിലൊരു തോന്നലിന്റെ ഭാഗമായി ചെയ്ത വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു ഇത്. എന്റെ പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ട. അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു വെറൈറ്റി പരിപാടിയാണ്. കിട്ടിയില്ലേ? പോരെ പോരെ, വാ വാ വാ, ഇങ്ങനെ പോരെ. പറഞ്ഞല്ലേ കേരളാന്ന്. ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഭാഗമായി ഇത്തരത്തിൽ പേരൊക്കെ എഴുതി തൂക്കിയിടുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അർത്ഥം തന്നെ മാറിപ്പോകും.
നമുക്കറിയാം ക്രിസ്മസിന്റെ സമയം എത്തിക്കഴിഞ്ഞു. ക്രിസ്മസിന്റെ കൂടെ തന്നെ കരോളും എത്തും എന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതും വളരെ വ്യത്യസ്തമായ പല വെർഷനുകൾ. ഇനി ഒരു ചെറിയ പ്രാങ്ക് കാണാം. ഇത് സംഭവം ഇയാൾക്ക് ആ ബൈക്കിനോട് കാര്യമായിട്ട് എന്തോ മുൻവൈരാഗ്യമുണ്ട്. ഇല്ല, ഒന്നും പറ്റിയിട്ടില്ല, ആരും പേടിക്കണ്ട. ഇനി സ്വല്പം മ്യൂസിക് കേട്ട ശേഷം ബാക്കി വീഡിയോ കാണാം. നീ എണ്ണിക്ക് എനിക്ക് പേടിയാണ്, ഭയങ്കര കാറ്റ്. നീ എണ്ണിക്ക് ഫോട്ടോ എടുത്തു. നീ പറഞ്ഞു പോകരുത്, നീ നിക്ക്, എന്നിട്ട് നമുക്ക് എടുക്കാം. അങ്ങോട്ട് പോകും. ഇടഞ്ഞു പോകണം. ഇത്രയും പേടിയാണെങ്കിൽ പിന്നെ അതിൽ വലിഞ്ഞു കയറേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു. ടോവിനോയ്ക്ക് ശേഷം മണവാളൻ വസീമിന്റെ റോൾ ഈ കൈകളിൽ ഭദ്രം. എന്താടാ വരുന്ന വണ്ടിക്ക് നോക്കിയാ വേൾഡ് കപ്പ് സമയത്ത് പല ഫ്ലക്സുകളും നമ്മൾ കണ്ടു. പക്ഷെ ഇതുപോലെ വ്യത്യസ്തമായ ഒരു ഫ്ലക്സ് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. ആ ഫ്ലക്സ് വെച്ചതിന് പിന്നിൽ അവർക്ക് വളരെ വ്യക്തമായ ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നു. എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഒരു പണി എടുക്കാണ്ട് പണോണ്ടിരിക്കണം. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. സത്യം പറയട്ടെ, അല്ല മെന്മിനി ആള് കൊള്ളാലോ. ഇവക്കിതെന്നോട് തുറന്ന് പറഞ്ഞൂടെ? അപ്പൊ മറ്റേ പെണ്ണിനെ നമ്മൾ എന്തോ ചെയ്യും? എടാ, നിനക്ക് ഇത് തന്നെയാണോ പണി? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഇടാ, നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് മോനെ. അധികം തെറ്റണ്ട. ഇപ്പൊ തന്നെ നാട്ടിൽ പെമ്പിള്ളാർക്ക് വഴി നടക്കാൻ നിവർത്തിയില്ലാന്ന് പരാതിയുണ്ട്. എന്തായാലും അവന്മാരുടെ ബുദ്ധി കൊള്ളാം. ഫ്ലെക്സും വെച്ചു, ചുളുവിൽ അവരുടെ കാര്യവും നടന്നു. അല്ല, അത് എങ്ങനെയാണ് ഉമ്മ വെക്കേണ്ടത് എന്ന് അമ്മച്ചിക്ക് കാണിച്ചു കൊടുത്തതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലൊന്ന് കയറിക്കണേ. ഒരുപാട് ഡിസ്കൗണ്ട് ഓഫേഴ്സ് ആയിട്ട് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ അത് കൊടുക്കാനായിട്ട് ഗോൾഡൻ മൊമെന്റ്സിന്റെ എല്ലാമായ നമ്മുടെ മനോജ് സാറിന്റെ വീട്ടിലേക്ക് വായ്പ ചെയ്യുകയാണ്. കാണുമ്പോ നിങ്ങൾ ഭയങ്കര ഓഡിയൻസ് ആണ്. എന്നാ കണ്ടോ, ഒരു ഒറ്റക്കുഞ്ഞു പോലില്ല പരിപാടി. അല്ല, എന്തൊക്കെയായാലും അവരുടെ ആത്മാർത്ഥത നമ്മൾ കാണാതെ പോകരുത്. ഒരു ഈച്ച പോലും ഇല്ലാഞ്ഞിട്ടും അവർ പരിപാടി നടത്തിയല്ലോ, അതാണ്. പൊതുവെ ലഞ്ച് ബ്രേക്കിന് ശേഷം പല ക്ലാസ്സുകളിലും കണ്ടുവരുന്ന ഒരു പ്രതിഭാസം. അങ്ങനെ നമ്മൾ ബേർഡ്സ് ആൻഡ് ആനിമൽ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നല്ല ഉറക്കത്തിലാണ്. ഇതെന്താ അത് കിടപ്പതൊക്കെ എല്ലാം ഉറക്കം, ഉച്ചമയക്കത്തിലാണ്. അല്ലെങ്കിൽ ഇവന്മാർക്ക് എപ്പോഴും ഉറക്കം തന്നെ പണ്ട്. ഒരു ഉച്ച ഊണൊക്കെ കഴിഞ്ഞ് നല്ല സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കണം അല്ലേ? അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.